സുഗമോദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സിദ്ധുവിനെയും പ്രഭാവതിയൊക്കെ കെവിനാണെങ്കിൽ ആശ്വസിപ്പിക്കുന്നു. ശേഷം ദേവിക്ക് ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നെങ്കിലും ദേവി ഈ കാര്യങ്ങളൊന്നും നന്ദനോട് പറയരുത്, നന്ദൻ്റെ ഉള്ള സമാധാനം കൂടി നഷ്ടമാകും, ദേവിക്ക് ചുമ്മാ തോന്നുന്നതാ നന്ദൻ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളത്, നന്ദൻ ഇപ്പോൾ പെർഫെക്റ്റ്ലി ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞ് കെവിനാണെങ്കിൽ നന്ദനെയും കൂട്ടി പോകുന്നുണ്ട്. ഇത്രയധികം ശക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് പോലീസ് ഓഫീസർ തങ്ങളെ വെറുതെ വിട്ടു എന്നുള്ള നന്ദൻ്റെ സംശയം ശക്തമായി കെവിനോട് ചോദിക്കുന്ന സമയത്ത്, നിന്നെ സഹായിച്ച അതേ വ്യക്തി തന്നെയാണ് കാണാനായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നേ എന്ന് കെവിനും പറയുന്നു. അധികം താമസിക്കാതെ ആ വ്യക്തി എത്തിക്കഴിയുന്നു. അത് മറ്റാരുമല്ല, നന്ദൻ്റെയും ദേവികയുടെയും കെവിനോടൊക്കെ പഠിച്ച ഇസബെല്ലയാണെങ്കിൽ നന്ദനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്നു. പക്ഷെ നന്ദൻ സ്നേഹിച്ചത് ദേവിയാണ്. ആ ഒരു പ്രേമനൈരാശ്യം ഇപ്പോഴും പുള്ളിക്കാരിക്ക് ഉള്ളതുപോലെയാണ് കാണിക്കുന്നത്. എന്തായാലും നന്ദനെ രക്ഷിച്ചത് മറ്റാരുമല്ല, ആ പോലീസ് ഓഫീസറിൻ്റെ ചേട്ടൻ്റെ മകളാണ് ഇസബെല്ല. DYSPക്ക് മക്കളൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ ഇസബെല്ലയെ സ്വന്തം മകളായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ഒരു പോലീസ് ഓഫീസർ എന്ന നിലയ്ക്ക് ഇന്ന് വരെ തൻ്റെ പ്രൊഫഷനിൽ യാതൊരു അഴിമതിയും കാണിക്കാത്ത DYSP ഇസബെല്ല പറഞ്ഞതിൻ്റെ പേരിനാണ് നന്ദനെയും കെവിനെയും കുറ്റവിമുക്തനാക്കി പുറത്തുവിടുന്നത്. ഇത്രയും ശക്തമായ തെളിവുണ്ടായിട്ട് പോലും അതിൻ്റെ കുറ്റബോധം അദ്ദേഹത്തിന് നന്നായിട്ടുണ്ടെന്ന് താനും. അങ്ങനെ ഇസബെല്ലയെ വിളിക്കുമ്പോൾ, എനിക്ക് വേണ്ടിയിട്ടല്ലേ, ഇത്തവണത്തേക്കൊന്ന് ക്ഷമിക്കുക, എനിക്ക് അത്രയ്ക്ക് അറിയാവുന്ന ആൾക്കാരാണ് അവർ, അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തതല്ലെന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്നുണ്ട്. മാത്രമല്ല ഇസബെല്ലയാണെങ്കിൽ തീർച്ചയായിട്ടും DYSPയെ നിങ്ങൾ ചെന്ന് കാണണം, ഒരു നന്ദി പറയണം, മാത്രമല്ല ക്ഷമയും. അങ്ങനെ പറയുന്നതിൻ്റെ പേരിൽ നന്ദനും കെവിനും ആണെങ്കിൽ അദ്ദേഹത്തെ വീണ്ടും കാണാൻ പോകുന്നു. നിങ്ങൾ രണ്ടാളും ഇപ്പോൾ എന്തിനാ എന്നെ കാണാൻ വന്നതെന്ന് ചോദിക്കുമ്പം, അത് സാറിനോടൊരു നന്ദി പറയാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് കെവിൻ പറയുന്നു. എന്തിനു നന്ദി? ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ രണ്ടുപേരും കൂടി കൊന്ന് കുഴിച്ചു മൂടിയതിന് ശേഷം എൻ്റെ സഹോദരൻ്റെ മകളെ കൊണ്ട് കേസിൽ നിന്ന് കുറ്റമുക്തനായി പുറത്തു പോയതിൻ്റെ നന്ദി പ്രകടിപ്പിക്കാനോ? അതിൻ്റെയൊന്നും ആവശ്യമില്ല. നിയമത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ ചിലപ്പോൾ രക്ഷപ്പെട്ടിട്ടുണ്ടാകും, പക്ഷേ മനസാക്ഷിയുടെ മുമ്പിൽ നീ ഇന്നും ഒരു തെറ്റുകാരനാണ് നന്ദ. ആ പാവം അരുന്ധതി മേഡത്തിന് ആകെ കൂടി ഉണ്ടായിരുന്ന ഒരേ ഒരു മകനാണ്. അവനോട് നിങ്ങൾ ചെയ്ത ക്രൂരത ഒരിക്കലും ആ സ്ത്രീക്ക് പൊറുക്കാൻ പറ്റില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ ഇന്നും നിങ്ങൾ തെറ്റുകാരനാണെന്നൊക്കെ പറയുമ്പോൾ നന്ദന് ഉള്ള ആ ഒരു ഡിപ്രഷനും കൂടി ഇരട്ടിക്കുന്നുണ്ട്. എൻ്റെ മോള് പറഞ്ഞതുകൊണ്ട് തൽക്കാലം ഞാൻ നിങ്ങളെ വെറുതെ വിടുക. എൻ്റെ ശല്യം എന്തായാലും നിങ്ങളുടെ മേലുണ്ടാകില്ല. പിന്നെ മറ്റാരെങ്കിലും കേസ് കുത്തിപ്പൊക്കാതെ നോക്കിക്കോ. കാരണം അരുന്ധതി മേഡം പല രൂപത്തിനും അവരുടെ മകനെ അന്വേഷിക്കുന്നു. അതെല്ലാം ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് കെവിനും പറയുന്നു. എന്നാൽ നന്ദനാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റുന്നില്ല. തന്നെക്കുറിച്ച് എൻ്റെ മോള് പറഞ്ഞത് ഇങ്ങനെയൊന്നുമല്ല, താനൊരു സാധുവാണെന്നും ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ആളാണെന്നും, പിന്നെ തനിക്ക് ഇത്രയും വലിയ ക്രൂരത എങ്ങനെ ചെയ്യാനായടോ നന്ദ എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദനാകെ വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് അദ്ദേഹം പറയുന്നു, ഞാൻ സംസാരിച്ച് കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല, എന്തായാലും രണ്ടാളും ചെല്ല് എന്ന് പറയുന്നത് പ്രകാരം നന്ദനാണെങ്കിൽ വീട്ടിലേക്ക് തന്നെയാണ് വരുന്നത്, കെവിനോട് യാത്രയൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് വീട്ടിൽ വരുന്ന നന്ദനാണെങ്കിൽ അമ്മയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട്. DYSP എന്തുകൊണ്ടാണ് തന്നെ വെറുതെ വിട്ടേന്നുള്ള കാര്യം കേട്ട് പ്രഭാവതിക്ക് ആകെ ഷോക്കാകുന്നു. കാര്യമൊക്കെ ശരി തന്നെ മോനെ, ഇതിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ഗൂഢാലോചന കാണുമോ മോനെ? മറ്റേതെങ്കിലും രൂപത്തിൽ അകത്താക്കാൻ വേണ്ടിയിട്ടായിരിക്കുമോ അവരുടെ ശ്രമം? അങ്ങനെയൊന്നും ആയിരിക്കില്ല അമ്മ. ഇസബെല്ല ഞാനും ദേവിയും കെവിനൊക്കെ പഠിച്ച കോളേജിൽ തന്നെ പഠിച്ച പെൺകുട്ടിയാണ്. എന്നെ അവൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു, വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ എനിക്ക് ദേവിയാണ് ഇഷ്ടമെന്നറിഞ്ഞ് അവൾക്ക് കുറച്ച് ഡിപ്രഷനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം വിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അവൾ ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ലേ മോനെന്ന് പ്രഭാവതി ചോദിക്കുമ്പം, അതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ല, വിവാഹം കഴിച്ചിട്ടില്ലെന്നാണ് തോന്നുന്നത്. എന്തായാലും എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് DYSPയോട് സംസാരിച്ച് നോക്കി. പോലീസ് യൂണിഫോമിൽ ഇന്ന് വരെ അഴിമതി കാണിക്കാത്ത അദ്ദേഹം ആദ്യമൊന്നും പറഞ്ഞിട്ട് കേട്ടില്ല. പിന്നീട് ഒരിക്കലും അവൾ മിണ്ടത്തില്ലെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് അദ്ദേഹം ഒന്ന് ശാന്തനായി എന്നെ വെറുതെ വിട്ടേന്നൊക്കെ പറയുന്നത്. അതേസമയം ദേവിയും മുരളിയും പല കാര്യങ്ങളും കണ്ടെത്താൻ നടക്കുന്നുണ്ട്. അതായത് നന്ദനും പ്രഭാവതിയും മാത്രം അറിയാവുന്ന എന്തൊക്കെയോ രഹസ്യം ഈ വീട്ടിൽ നടക്കുന്നുണ്ട്. അത് കെവിനും അറിയാവുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കിയ ദേവിയാണെങ്കിൽ അത് കണ്ടുപിടിച്ച് തന്നെ കാര്യമുള്ളെന്ന് തീർത്തും പറയുന്നു. അപ്പോൾ കെവിനാണെങ്കിൽ ഒരു ടെൻഷനൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇസബെല്ലയുടെ വരവോ അല്ലെങ്കിൽ ഇസബെല്ലയും കെവിനും നന്ദുവൊക്കെ മീറ്റ് ചെയ്ത കാര്യമോ ഒന്നും ദേവിക്കറിയില്ല. അതേസമയം CPയോട് അരുന്ധതി തൻ്റെ വിഷമം പറയുന്നു. ഇപ്പോഴും ഋഷിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അവൻ എന്ത് സംഭവിച്ചു എന്ന് പോലും എനിക്കറിയില്ല. DYSPക്ക് ആദ്യം പരാതി കൊടുത്തപ്പം അദ്ദേഹം വാക്ക് തന്നതാണ് ഋഷിക്ക് എന്ത് സംഭവിച്ചെന്ന് കണ്ടെത്തി
ആ ഒരു വിവരം അറിയിക്കാമെന്ന്. ഇപ്പോൾ അയാളുടെ പെരുമാറ്റത്തിൽ എനിക്ക് എന്തൊക്കെയോ പന്തികേട് തോന്നിക്കുന്നു. എങ്ങനെ തുടങ്ങണം, എവിടെ അന്വേഷിക്കണം ഒന്നും അറിയാൻ വയ്യാത്ത വിഷമത്തിലാണല്ലോ എന്ന് പറയുമ്പം CP ആണെങ്കിൽ അരുന്ധതി മേഡത്തെ സമാധാനിപ്പിക്കുന്നു. മേഡം വിഷമിക്കേണ്ട, അധികം താമസിക്കാതെ ഋഷിയെക്കുറിച്ചുള്ള വിവരം നമുക്ക് കിട്ടുമായിരിക്കും. ഇല്ല CP, എനിക്ക് ആ ചന്ദ്രോത്ത് വീട്ടുകാരെ തന്നെയാണ് സംശയം. പ്രഭാവതിയെ പരസ്യമായി അപമാനിച്ചതിൻ്റെ പേരിൽ അവരെന്തെങ്കിലും ഋഷിയെ അപായപ്പെടുത്തി കാണുമോ എന്നുള്ളൊരു പേടി എൻ്റെ മനസ്സിൽ ശക്തമായിട്ട് വരുന്നുണ്ട് എന്ന് പറയുന്ന ഭാഗത്ത് എപ്പിസോഡ് അവസാനിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാകുമെന്ന് കാത്തിരുന്ന് കാണാം. എസബെല്ല ഇനി ദേവിയും നന്ദനെയും പിരിച്ച് നന്ദൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയില്ല. ഏകദേശം ആ ഒരു ലൈനിലാണ് സ്റ്റോറി പോകുന്നതെന്ന് തോന്നുന്നു.